Today we have with us an eminent personality, an Islamic scholar, the Vice Principal of Maulana College of Pharmacy, Perinthal-Manna, to inaugurate Beacon 2024-25. Let me request Dr. Naseef PP, the chief guest of the day, to inaugurate the function. Assalamu alaikum wa rahmatullah. Alhamdulillah. Wassalatu wassalamu ala rasulillah. Wa ala alihi wa sahbihi ajma'in amma ba'd. Most respected, today's program Presidium, Mr. Onni Krishnan sir, the Principal, Benchmarks International School, and the Managing Trustee, Mr. C.C. Usman Haji sir, and the Vice Principal, Mr. Subhash sir, and my dear friend Kunju Mohammed sir and Sajir, and the dearest students. വലിയ സന്തോഷത്തിലാണ് ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിന്റെ ദ ബീക്കോൺ ഇസ്ലാമിക് റെസിഡൻഷ്യൽ ക്യാമ്പ് ഇവിടെ ആരംഭം കുറിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുകയും പ്രബോധനം ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ദൗത്യമാണ്. സ്വാഭാവികമായും നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വളരെ സമാധാനപൂർവം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ വിശ്വാസിയുടെയും കടമ. വളരെ മനോഹരമായി ഈ ഒരു ചടങ്ങിന്റെ അധ്യക്ഷ പ്രസംഗം ഒരു ക്യാമ്പിന്റെ എല്ലാവിധ നന്മകളും കാമ്പും ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ നമ്മുടെ മുമ്പിൽ ഇവിടെ പ്രസന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, ഈ 3 ദിവസം ക്യാമ്പ് കഴിയുമ്പോൾ നിങ്ങൾ ഇതുവരെ ഉള്ള ആളുകളല്ല ഈ ഒരു ക്യാമ്പ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളാവുന്നത്. ഒരു മാറ്റം നമുക്ക് ഓരോരുത്തർക്കും വേണം. ആ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. അതത്ര എളുപ്പമല്ല. കാരണം ഒരു സദസ്സിൽ അടങ്ങി ഒതുങ്ങി ശരീരം അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും മനസ്സും ഈ സദസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രായോഗികമായി ഒരുപോലെ സാധിക്കൂല. അത് ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, ശരീരം അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന രൂപത്തിൽ മനസ്സും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ, ആ കുട്ടികൾക്കാണ് വിജയിക്കാൻ പറ്റുക. വിജയം ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ഈ കുട്ടികൾ എല്ലാവരും നിങ്ങൾ വിജയം ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അതിൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ശരീരം ഒതുങ്ങിയിരിക്കുന്നിടത്ത് മനസ്സും ഒതുങ്ങിയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ ട്രെയിൻ ചെയ്ത് നേടേണ്ടതാണ്. അത് വെറുതെ നേടിയെടുക്കാൻ സാധിക്കൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇവിടെ നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇവിടെ മനസ്സ് ഇവിടെ പിടിക്കാൻ പറ്റണില്ല. മനസ്സ് പല ഭാഗത്താണ്. പക്ഷെ ചില കുട്ടികൾക്ക് വളരെ ഭംഗിയായി മനസ്സിനെ ഇവിടെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്. ആ കുട്ടികൾക്കാണ് വിജയം. അങ്ങനെ ശരീരത്തിന്റെ കൂടെ മനസ്സും ഇരുത്തുക എന്നുള്ളത് നമ്മൾ നേടുന്ന ട്രെയിനിങ് ആണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്യാമ്പ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഈ മനസ്സും ശരീരവും ഒരു സ്ഥലത്ത് ഇരുത്തി സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ സാധിക്കും എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ക്യാമ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് ഈ ക്യാമ്പ് എന്നുള്ളതാണ്. ഒരുപാട് പ്രോഗ്രാമുകൾക്ക് നിങ്ങൾ പല പ്രോഗ്രാമുകൾക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. എൻ്റെ മുമ്പിൽ ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ല ജോലി നേടണം, നല്ല ജീവിതം വേണം. ചില ആൾക്കാർ UK-ലാവാം, US-ലാവാം, ഒക്കെ ആവാം. പക്ഷെ ലോകത്തിൽ എവിടെ തന്നെയാണെങ്കിലും, ഭൂമിയിൽ എവിടെയെന്നല്ല, ഇനി സ്പേസിലാണെങ്കിൽ പോലും മനസ്സമാധാനത്തോടു കൂടി ജീവിക്കണോ ജോലി ചെയ്യണോ അതിനൊരു പോംവഴിയുണ്ട്. ആ പോംവഴി പഠിക്കാനാണ് നിങ്ങളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ പല ആളുകൾക്കും ഇല്ലാത്തൊരു സംഗതിയാണ് മനസ്സമാധാനം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ചിലപ്പോൾ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ടാവും. നിങ്ങൾ ഡ്രൈവ് ചെയ്യല്ല, ഡ്രൈവിങ്ങിന്റെ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവും. സാധാരണ കാറിൽ ഒരുപാട് ചില്ലിൽ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം അടിച്ച് വൈപ്പർ കൊണ്ടൊന്ന് തുടക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു തെളിച്ചുണ്ട്.
ഇതേ തെളിച്ചമാണ് ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മളെ കൽബില്, ഹൃദയത്തിൽ കുറേ വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങൾ പോകാനുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഇവിടെ കിട്ടും. അത് പ്രോപ്പറായിട്ട് നമ്മൾ ഹൃദയം വാഷ് ചെയ്യാനാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ചെറിയ കുട്ടികളായിക്കോട്ടെ, വലിയ കുട്ടികളായിക്കോട്ടെ, ആരുടെ ഹൃദയമാണോ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകുന്നത്, ഒരു അണുക്കളും ഇല്ലാതെ, ഒരു ചളിയും പുരണ്ടാതെ ആരുടെ ഹൃദയമാണോ ഉള്ളത്, അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും. അതിന് ഒരു കോടി രൂപ കൊടുത്താൽ പോലും ആ ഹൃദയം കിട്ടില്ല. അത് നമ്മൾ തന്നെ വിചാരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ശരീരം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സ് നന്നായി കിട്ടണം. അതിനുള്ള പരിഹാരങ്ങൾ, അപ്പൊ ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിട്ട് ഇരിക്കേണ്ടത്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ടെൻഷനുകളുണ്ട്. നമ്മുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ അസൈൻമെന്റ്, അതിനുശേഷമുള്ള മറ്റു വർക്കുകൾ, അതിന് ടെൻഷൻ, അതിൻ്റെ കൂടെ നമ്മൾ വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും അറിയോ എന്നുള്ള ടെൻഷൻ, ഇനി ഉപ്പ അറിയോ, ഉമ്മ അറിയോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അറിയോ, അധ്യാപകരറിയോ, അറിഞ്ഞാലുള്ള മാനക്കേട്, അതിൻ്റെ മാനഹാനി, ഇതൊക്കെ ആലോചിച്ച് നമ്മൾ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറി നല്ല രീതിയിലെ കുട്ടിയായിട്ട് പടച്ച റബ്ബ് എങ്ങനെയാണോ നമ്മോട് ജീവിക്കാൻ പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. അത് എത്ര വലിയ അംബാനിനേക്കാളും അദാനിനേക്കാളും സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും. നമ്മളെ ഹൃദയം നന്നായിട്ട് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ നല്ല കുട്ടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പം ലഭിക്കുന്ന സമാധാനം, ഞാൻ അടിവരയിട്ട് പറയുന്നു, 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാലും അതിനേക്കാളും കൂടുതൽ സമാധാനം ഉണ്ടാവും ഹൃദയം നന്നായി കഴിഞ്ഞാൽ. ആ ഹൃദയ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്യാമ്പുകൾ. അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾപ്പെടുത്തി അതിൽ ആർക്ക് വിജയിക്കാൻ പറ്റും? ശരീരവും മനസ്സും ഒരുമിച്ചുള്ള ആളുകൾക്ക്, ശ്രദ്ധ കൊടുക്കുന്ന ആളുകൾക്ക്. ഇവിടെ നിങ്ങൾക്ക് ടൈമും അലോട്ട്മെന്റ് ഒക്കെ സ്ലോട്ട് കൊടുക്കും. അങ്ങനെ ഹൃദയം വാഷ് ചെയ്യേണ്ട ക്യാമ്പിൽ ഇരുന്നിട്ടും ഹൃദയം കേടുവരുന്ന ഗ്രീസും അണുക്കളെയും ഒക്കെ പിടിച്ചിട്ട് വീണ്ടും ഇവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ക്യാമ്പ് കഴിയുമ്പോഴും നിങ്ങളെ ഹൃദയം ഒന്നും കൂടി കട്ടി കൂടുന്നല്ലാതെ സമാധാനം ഉണ്ടാവില്ല. മറിച്ച് ആരാണോ ഇവിടെ ഏറ്റവും ഭംഗിയായി ഹൃദയം വാഷ് ചെയ്ത് പോണത് അവർക്കാണ് സമാധാനം, നന്നായി പഠിക്കാനും മറ്റൊക്കെ സാധിക്കുക. പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങളൊക്കെ ഇരിക്കണം, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളോട് കൂടിയിട്ടാണ്. കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങും, പല സ്കൂൾ കഴിഞ്ഞ് ബിടെക്കിന് പോകേണ്ട ആളുകളുണ്ടാവും, മെഡിസിന് പോകേണ്ട ആളുകളുണ്ടാവും, ഫാർമസി, നഴ്സിംഗ് തുടങ്ങി പല മേഖലയിലും ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഏവിയേഷന് പോകുന്നവരുണ്ടാവും, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടാവും. ഇവിടെയൊക്കെ പോകാം. പക്ഷെ ഈ ലോകത്ത് എവിടെ പോയിരുന്നാലും നമുക്ക് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ ഹൃദയം നന്നാക്കി മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഹൃദയം നന്നാവണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ അടുത്ത് കുറ്റമില്ല, എൻ്റെ പ്രശ്നം കൊണ്ടല്ല ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബേജാറുമില്ല. തവക്കുൽ എന്ന് പറയും, പടച്ച റബ്ബിനെ ഭരമേൽപ്പിക്കാം. ഇപ്പം എൻ്റെ തലയിൽ ഈ ഫാനാണ് പൊളിഞ്ഞാട് വിചാരിക്കാം, ഞാൻ ഇവിടെ കടന്ന് കരയും, ബാക്കിയൊക്കെ വേദനക്കനുസരിച്ചൊക്കെ ഡിപ്പെൻഡ്. പക്ഷെ അത് പടച്ചോൻ തീരുമാനിച്ചതാണ്. അത് സംബന്ധിച്ചിടത്തോളം അത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞാൽ വിചാരിക്കുമ്പോൾ നമുക്ക് ബേജാറില്ല. ഇപ്പൊ ഞങ്ങളിന്ന് പെരിന്തൽമണ്ണ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബൈക്ക് പെട്ടെന്ന് വിലങ്ങിന് മുന്നോട്ട് വന്നു. വിലങ്ങിന് വന്നപ്പോൾ ആ ബൈക്കുകാരെ ഞങ്ങൾ ഇടിക്കേണ്ടതാണ്. പക്ഷെ പഠിച്ചവൻ്റെതുകൊണ്ട് ബ്രേക്ക് ചവിട്ടി കിട്ടി. എനിക്ക് ബ്രേക്ക് കിട്ടി എന്ന് പറയാൻ വെച്ചാൽ, പക്ഷെ എൻ്റെ ബാക്കിൽ വരുന്ന ബൈക്കുകാരന് ബ്രേക്ക് കിട്ടിയില്ല. ഓൻ എൻ്റെ കാറിൻ്റെ മേലെ കൂടെ മറിഞ്ഞു വീണു. അപ്പൊ അവന് ഓൾറെഡി ബോഡി പെയിനും ബാക്കിയൊക്കെ ഉണ്ട്. എന്നിട്ട് അവൻ ചോദിച്ച് ഇനിയിപ്പോൾ എന്താ കാണിക്കുമോ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എനക്ക് വല്ല പരിക്കും പറ്റിയണോ? കംപ്ലീറ്റ് ഒന്ന് മുന്നിൽ ബൈക്ക് വിലം കിട്ടവൻ്റെ അടുത്താണ് ഫാൾട്ട്. അവനെ കുത്താതിരിക്കാൻ വേണ്ടി ഞാൻ ബ്രേക്ക് ചവിട്ടി, എനിക്ക് ബ്രേക്ക് കിട്ടി. പക്ഷെ എൻ്റെ ബാക്കിൽ വന്നവന് കിട്ടിയില്ല. എൻ്റെ മുമ്പിലും പിന്നിലുള്ള ആളുകൾ തെറ്റ് ചെയ്തതാണ്. പക്ഷെ അവൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം ഉറപ്പാണ്, കാരണം ഇവിടെ നമ്മൾ 4 മണിക്ക് എത്തണം എന്ന് ആഗ്രഹിച്ച് വളരെ ഭംഗിയായ 3:59 എത്താൻ സാധിച്ചു. പക്ഷെ ഞാൻ അപ്പം ആലോചിച്ചത് ഇത് പടച്ചോൻ എന്നോ തീരുമാനിച്ചിരിക്കണം. ആർക്കും പരിക്കൊന്നും വന്നില്ല, ആരെയും മുഖത്ത് ചോരയും ബാക്കിയൊന്നും പൊട്ടിയില്ല. ബാക്കിൽ കുറച്ച് കോട്ടം വന്നിട്ടുള്ളൂ, അത് വർക്ക്ഷോപ്പ് കൊടുത്താൽ ശരിയാവും. ഞാൻ പറയുന്നത് നമ്മൾ ആ സമയത്ത് നമ്മളും പ്രഷർ ആക്കി ഞങ്ങൾ ആലോചിച്ച് നോക്കി, ആരുടെ എൻ്റെ വണ്ടിമേ തട്ടിയത്, എന്തിനാ തട്ടിയത്, അങ്ങനെ ചോദിച്ചൊരു കാര്യമല്ല. ഇവിടെ എത്തുമ്പോൾ നേരം വൈകും, ഞാൻ പ്രഷർ ആക്കിയതാവും. നേരം നമ്മൾ വളരെ കൂളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മൾക്ക് എന്ത് ചെയ്യണത്, സംഭവിക്കാനുള്ളത് അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ അവിടെ ക്ഷമിച്ച്
നമ്മുടെ കാര്യമായി മുന്നോട്ട് പോയാൽ നമുക്ക് ലഭിക്കുന്ന സമാധാനമുണ്ട്. ഇപ്പൊ ഞാൻ അവിടെ തല്ല് കൂടിയിട്ടാ വരുന്ന വെച്ചാൽ എനിക്ക് ഇവിടെ എങ്ങനെ പ്രസംഗിക്കാൻ പറ്റൂല? എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റേണ്ടത്? അത് സമാധാനപൂർവ്വം അവിടെ കൈകാര്യം ചെയ്തുകൊണ്ട്. ഞാൻ പറഞ്ഞു, ഏത് സിറ്റുവേഷനും, അത് ജോലി സ്ഥലത്തായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, എവിടെയാണ്, ഗ്രൗണ്ടിലായിക്കോട്ടെ, നമ്മൾ സമാധാനത്തിലും അതിൻ്റെതായിട്ട് നമ്മൾ ഒരാളോടും കളവ് പറയില്ല. പന്തളിക്കുമ്പോ ഹാൻഡ് ബോൾ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പെനാൽറ്റി ആയിക്കോട്ടെ. ഈ പെനാൽറ്റിക്ക് നമ്മൾ സമ്മതിച്ചിട്ട് റഫറി കാണാത്തത് പെനാൽറ്റിയാന്ന് നമ്മൾ പറഞ്ഞിട്ട് നിന്ന് കൊടുക്കുമ്പോ കിട്ടുന്ന സമാധാനം കിട്ടൂല കള്ളത്തരത്തില് പെനാൽറ്റി മറച്ചു വെച്ചാല്. അത് ഏത് ചെറുതും വലുതും ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും. അത് നമ്മളെ ഉപ്പാന്റെ അടുത്താണെങ്കിലും ഉമ്മാന്റെ അടുത്താണെങ്കിലും ആ കിട്ടുന്ന സമാധാനത്തിനോടൊപ്പം വരില്ല വേറെ ഒരു സംഗതിയും. അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ നിങ്ങളെ ജോലിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തോണ്ട് ലോകത്ത് എവിടെ ജോലി ചെയ്താലും എല്ലായിടത്തും അസമാധാന പ്രക്രിയകൾ ഉണ്ടാവും. അദ്ദേഹം നിങ്ങളെ ക്ലാസ്സിലുണ്ടാവും, ഓൻ എന്നോട് മിണ്ടിയില്ല, ഞാൻ ഗ്രൂപ്പിൽ അത് ഇട്ടപ്പോ ലൈക്ക് ഇട്ടില്ല, ഓൻ ഈ ഇമോജി ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തപ്പോ എൻ്റെ കമന്റിലോ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ്ട് വളരെ ചെറിയ ബാലിശമായ കാര്യത്തിനൊക്കെ, അല്ലെങ്കിൽ ഞാനത് ഇട്ടപ്പോ ആ ഇമോജി കൊണ്ട് അവളെന്താ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവനെന്താ ഉദ്ദേശിച്ചത്, അത് ടെൻഷൻ അടിക്കുക. അല്ലെങ്കിൽ ഞാനൊരു സാധനം ഇട്ടിട്ട് ആരും ഒന്നും ഇട്ടില്ലല്ലോ, ഇനി ആർക്കും ഇഷ്ടല്ലേ, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാം, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. മറ്റുള്ളവരെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. നമ്മൾ വളരെ ഫ്രീ ആണ്. നമ്മൾ ആരും ഉപദ്രവിക്കൂല. നമ്മളെ കാര്യം ഭംഗിയായി ചെയ്ത് ഒരാളോടും കളവ് പറയില്ല, ഒരാൾക്കും ഉപദ്രവിക്കൂല. എന്നെ കൊണ്ടൊരു ഉപദ്രവം വേറെ ആൾക്കും ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളോട് സൂചിപ്പിക്കേണ്ടായി, ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു റിസർച്ചിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ബോഡിയിൽ അവർ അവതരിപ്പിക്കുമ്പോൾ ആ കാൻഡിഡേറ്റിന് നമ്മുടെ മുമ്പിൽ വ്യക്തമായി അവരുടെ ഫൈൻഡിങ്സ് പറയാൻ സാധിക്കുന്നത് നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണ്. കാരണം നമ്മൾ ചതിക്കൂല. അവരെ ഫൈൻഡിങ്സിന് അഡ്വൈസ് കൊടുക്കുന്നതിന് അപ്പുറം അവരെ കണ്ടെത്തലുകൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് ഞാൻ വേറെ പേറ്റന്റ് എടുക്കൂല. ആ ഒരു വിശ്വാസം ഉണ്ടാവണോടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് ഇന്നലെ മെനഞ്ഞാന്നാണെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് വന്നൊരു ഡോക്ടർ, നമ്മളെ കേട്ടിട്ടുണ്ടാവും, സ്റ്റണ്ട് ഇടുന്നത് അല്ലെ, ബ്ലഡ് വെസലിൽ സ്റ്റണ്ട് ഇടുന്നത്, ഹൃദയത്തിനൊക്കെ കംപ്ലൈന്റ് വരുമ്പോൾ ആ സ്റ്റണ്ടില് ഡ്രഗ് കോട്ടർ ബലൂണുമായി ബന്ധപ്പെട്ട ഒരു കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ വന്നപ്പോൾ അവര് കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാണ്. എന്തുകൊണ്ട്? വിശ്വാസമാണ്. ഈ ദേഹം ചതിക്കൂല, എന്റെ കണ്ടെത്തലുകൾ കൊണ്ടുപോകൂല. ഇങ്ങനെ പരസ്പരം വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവണം, ഇദ്ദേഹം കളവ് പറയില്ല, ഇദ്ദേഹം ചതിക്കൂല, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വൈസ് ലഭിക്കുമെന്നുള്ളത്. ആ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് രംഗത്തായിക്കോട്ടെ, നിങ്ങളൊന്നും ആരും കോപ്പി അടിക്കണമെന്നും ചെയ്യുന്നുണ്ടാവില്ല, പരീക്ഷകളും ബാക്കി ഉണ്ടാവും. നമ്മൾ ശീലിക്കരുത്. അപ്പുറം ഇപ്പുറം തിരിഞ്ഞു നോക്കിയിട്ട് എഴുതുക എന്നുള്ളത് ശീലിക്കാൻ പാടില്ല. ഒന്ന്, പടച്ച റബ്ബിന്റെ ഒക്കെ ഒന്ന് കുറ്റം കിട്ടും, സമാധാനം ഉണ്ടാവില്ല, പഠിക്കുന്നത് തലയിൽ കയറില്ല. മറിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യില്ല. എന്താണോ പടച്ച റബ്ബിന്റെ മനസ്സിൽ തന്നിട്ടുള്ളത് അത് എഴുതും, പാസ്സാകും, ആ മാർക്ക് എനിക്ക് മതി എന്ന് തീരുമാനിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അപ്പുറത്തുള്ളവന്റെ നോക്കി എഴുതിയാൽ കിട്ടൂല. ഇനി ആരെങ്കിലും വിറ്റുവെക്കണ്ടെങ്കിൽ ഒരിക്കലും കിട്ടൂല. മാനം കുറച്ച് കഴിഞ്ഞാൽ പോവും, നഷ്ടപ്പെടുന്നല്ലാതെ അഭിമാനം നഷ്ടപ്പെടുന്നുള്ള ഒരു ഒറ്റ സംഗതി മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങളൊക്കെ ഇവിടെ, എനിക്ക് നിങ്ങളെ സ്കൂളിൽ എങ്ങനെ അറിയില്ല, ഞങ്ങളൊക്കെ കോളേജിൽ വന്നു കഴിഞ്ഞാൽ CCTV ക്യാമറ ഉണ്ടാവും, ക്യാമറയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യും. എക്സാം ഹോളിൽ ഒന്നും ചെയ്യാൻ സാധിക്കൂല. ആർക്കെങ്കിലും അത് ശീലമായിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോളേജിൽ എത്തുന്നതോട് കൂടിയിട്ട് അവൻ കുടുങ്ങും ചെയ്യും, യൂണിവേഴ്സിറ്റി പിടിക്കും, 1-2 വർഷത്തിന് പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥ വരും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് അങ്ങനെ ഒരു കാര്യം ശീലിച്ചില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. മാൽ പ്രാക്ടീസ് എന്നുള്ളത് നമ്മുടെ നിഘണ്ടുവിൽ ഇല്ല എങ്കിൽ എത്ര സമാധാനത്തിൽ പരീക്ഷ എഴുതാം. മറ്റേതൊരു സാധനം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് മാൽ പ്രാക്ടീസിന് എന്ത് മാർഗം എന്നുള്ളത് ഇങ്ങനെ തോന്നി തുടങ്ങും. അങ്ങനെ തെറ്റായ ഒരു വഴികളിലും ഞാൻ സഞ്ചരിക്കൂല, ഞാൻ നേരായ വഴികളിലെ സഞ്ചരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വിജയങ്ങൾ നിങ്ങളെ കാൽച്ചോട്ടിൽ വന്നുകൊണ്ടേയിരിക്കും. ഡാം തുറന്നിട്ടതുപോലെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾക്കൊരു ഒരു കോമ്പറ്റീഷൻ അവസരം വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്യമായ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ്. ചില ഫസ്റ്റ് പ്രിൻസിപ്പൾ വിളിക്കുക, ആരാണ് അവിടുത്തെ ഹോണസ്റ്റ് എന്ന് നോക്കിയിട്ടായിരിക്കും. ഏറ്റവും ഒരിക്കലും കളവ് പറയില്ല എന്ന് പ്രിൻസിപ്പൾക്ക് ഉറപ്പുള്ള ആളെ ചോദിക്കും. അങ്ങനെ ആ ഒരു ഗുഡ് വില്ലിൽ നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കാരണവശാലും കളവ് പറയില്ല. അതിപ്പോ നമ്മൾ അങ്ങാടിയിലാണ് നിൽക്കുന്നത്, നമ്മളോട് ചോദിച്ചു ഞാൻ ഇവിടെ സിറ്റ് ഔട്ടിലുണ്ട് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്.
പിന്നെ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിത് 3 ദിവസം ഇവിടെ നിൽക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് 3 ദിവസം നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കണ്ട എന്നുള്ളതാണ്. അത് ചില്ലറ കാര്യമല്ല. 3 ദിവസം മൊബൈൽ ഉപയോഗിക്കാതെ നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ്. സാധാരണഗതിയിൽ കുട്ടികളൊക്കെ തള്ളവിരൽ ഇങ്ങനെ കിരികിരിക്കാന്ന് പറയും. മൊബൈൽ വൈകിട്ട് നോക്കിയില്ലേ മൊബൈൽ ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങാറാ. ആ ഇടങ്ങാറ് ഇനി അങ്ങോട്ട് മാറണം. നമുക്ക് മൊബൈൽ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഇന്ത്യയൊക്കെ വീട്ടില് കുട്ടികളും ബാക്കിയൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാവും പാരന്റൽ കൺട്രോൾ. ആ പാരന്റൽ കൺട്രോളിൽ കീഴിൽ തന്നെ നിങ്ങൾ പോകണം. നിശ്ചിത സമയം മാത്രമേ മൊബൈൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും റീൽ അല്ല റിയൽ ലൈഫ്. റിയൽ ലൈഫ് ഈസ് നോട്ട് ഈക്വൽ ടു റീൽ. റീല് നമ്മൾ എത്രയും കാണും. റീല് കാണുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. കാരണം നേരത്തെ പറഞ്ഞില്ലേ, മനസ്സും ശരീരവും ഒരു സ്ഥലത്ത് ഉണ്ടാവുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ജോബ്. അത് ആർക്കും അറിയാം, അത് യൂട്യൂബിന് അറിയാം, ഫേസ്ബുക്കിന് അറിയാം. സോ ദേ ആർ ബ്രിങ് ടു 30 seconds. കാരണം 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറും. അതുകൊണ്ടാണ് അവർ 30 സെക്കൻഡ് കഴിഞ്ഞാൽ പുതിയ റീല് വരുത്തുന്നത്. ഇങ്ങനെ നമ്മുടെ മനസ്സിന് അവർക്ക് ആവശ്യമുണ്ട്. അവരെ കസ്റ്റമർ ആവാൻ നമ്മുടെ മനസ്സിന് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഈ നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികളെ മനസ്സും ശരീരവും ഒരിടത്തില്ലാതെ 30 സെക്കൻഡ് ആകുമ്പോഴത്തേന് മനസ്സുകൾ അവിടെ നിന്ന് ഇങ്ങനെ പാറിക്കളിക്കണം. അതാണ് മാർക്കറ്റിന് ആവശ്യം. അങ്ങനെ മാർക്കറ്റിന് വേണ്ട ഒരു കമ്പോളച്ചരക്കായി മാറാൻ പാടില്ല നമ്മുടെ മൈൻഡ്. അവർ മൈൻഡ് ഈസ് അവർ ഓൺ പ്രോഡക്റ്റ്. അത് ഇന്റെ നന്മക്ക് വേണ്ടിയിട്ട്, നാടിന്റെ നന്മക്കും കുടുംബത്തിന് നന്മക്കും ഉണ്ടാവേണ്ടതാണ്. അല്ലാതെ യൂട്യൂബിന്റെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ പരസ്യം കാണാൻ വേണ്ടിയിട്ടല്ല എന്റെ മനസ്സ് കൊടുക്കേണ്ടത്. ആ മനസ്സിനെ നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്യാമ്പിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് നന്നാവുക എന്നുള്ളത് തന്നെ ആവണം നമ്മുടെ ലക്ഷ്യം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് പറയണം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. എനിക്കിന്ന് വളരെ സന്തോഷം തോന്നി. ഞാൻ ഇപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നെ വന്ന് പരിചയപ്പെട്ടു അവൻ്റെ ഉപ്പാനെയും പരിചയപ്പെടുത്തുന്നത്. അതാവണം നമ്മളൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക എന്നുള്ളത് നമ്മളൊരു ക്യാരക്ടറാക്കി മാറ്റിയെടുക്കണം. ആ പരിചയപ്പെടലാവണം നമ്മുടെ ആവശ്യങ്ങൾക്കും ബാക്കിയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറേയും ഉസ്മാൻ സാർ ആജിനെയൊക്കെ ഒരുപാട് കാലം മുമ്പ് കേട്ടിട്ടുണ്ട്. ഇന്ന് നേരിട്ട് സംസാരിക്കുന്നത് ഇപ്പോഴാണ്. പക്ഷെ പല മീറ്റിങ്ങുകളിലും ബാക്കിയൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മളൊരു പരിചയം പുതുക്കിനോട് കൂടിയിട്ട് ഇനി സ്വാഭാവികമായി അടുത്തൊരു ദിവസം എവിടുന്ന് കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആ പരിചയം പുതുക്കും. നമ്മൾ ഇന്ന ഡേറ്റിന് ഇവിടെ കണ്ടിരുന്നു, ബികോണിന് വന്നപ്പോൾ സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു റിലേഷൻ, നമ്മുടെ നെറ്റ്വർക്കിംഗ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഈ ക്യാമ്പിലും ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ കോടീശ്വരനാവാം, ചിലപ്പോൾ പടച്ചവന്റെ വിധിക്കനുസരിച്ച് ദരിദ്രനാവാം. എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾക്ക് സ്കൂൾ സമയങ്ങളിലും ബാക്കിയും ലഭിച്ചിട്ടുള്ള ഫ്രണ്ട്സിനെ, അധ്യാപകരെ, നമ്മളോട് ക്ലാസ് എടുക്കാൻ വന്ന ആളുകളെ, അവരെ പരിചയപ്പെടുകയും ഒരാവശ്യം വരുമ്പോൾ, അപ്പൊ ഇന്നലെ എനിക്ക് ഇറ്റലിയിൽ നിന്ന് കോൾ വന്നപ്പോൾ സാറേ ഞാൻ ഇതാണ് സാറ് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ അവൻ ഇറ്റലി പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. ഇറ്റലി പോയത് അറിയാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളും ബാക്കി വിശദീകരിച്ച് ഒരുപാട് നേരം സംസാരിച്ചു. അവന് ചെറിയ ക്രൈസിസ് ഉണ്ടായിരുന്നു, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ അതാണ് ബന്ധങ്ങൾ കീപ്പ് ചെയ്യാന്നതിൻ്റെ അർത്ഥം. നമ്മൾ മറന്നു കഴിഞ്ഞാൽ പോലും ഒരാവശ്യം നേരത്ത് നമ്മൾ പരസ്പരം ബന്ധപ്പെടാം. അപ്പം വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ ഇന്ന സമയത്ത് സാറെ കൂടെ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് ആൾ ഓർമ്മ വന്നു തുടങ്ങി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വലുതായി കഴിഞ്ഞാലും 2024 ബികോണിന് വന്നപ്പോൾ സാറെ കണ്ടിരുന്നു. ഞാൻ എന്നുള്ള വ്യക്തിയല്ല, ഇനി ഒരുപാട് ഇവിടെ സ്വാഗതത്തിൽ സജീർ സൂചിപ്പിക്കുകയുണ്ടായി, ഒരുപാട് ആളുകൾ നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. അവരൊക്കെ നമ്മൾ പരിചയപ്പെടണം. ഒരാവശ്യം നേരത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വിളിക്കണം. ഇവിടെ ഈ നമ്മുടെ സ്കൂളിൽ വേറെയും ഒരുപാട് റിസോഴ്സ് പേഴ്സൺസ് വരാറുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യണം, ആവശ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് നമ്മളൊരു ക്യാരക്ടറാക്കി മാറ്റണം. അത് നമ്മൾ ചെല്ലുമ്പോൾ ഓലെ കാണും, നമ്മുടെ കൂട്ടുകാരനോട് പറയല്ല, അയാൾ എൻ്റെ ഉപ്പാന്റെ സുഹൃത്താട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാതെ മാറി നിൽക്കല, മറിച്ച് അദ്ദേഹത്തോട് പോയി പറയാം, അസ്സലാമു അലൈക്കും, ഞാൻ ഇന്ന ആളാണ്, നിങ്ങളെ പരിചയപ്പെടാൻ വന്നതാണ് എന്നുള്ളൊരു രീതി എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കണം. സ്വാഭാവികമായി ചിലപ്പോൾ നിങ്ങളൊക്കെ ഇനി ഇത് കഴിഞ്ഞ് ഫാർമസി കഴിയാം, അല്ലെങ്കിൽ നഴ്സിംഗ് കഴിയാം, നമ്മൾ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ, സർ ഞാൻ ഇന്ന സമയത്ത് നിങ്ങളെ കണ്ടിരുന്നു എന്ന് ഓർമ്മണ്ടേ സംസാരിക്കണം. ചിലപ്പോൾ നമ്മളൊക്കെ നിങ്ങൾ വലുതാകുമ്പോൾ നമ്മളെല്ലാം മരിച്ചു പോയിട്ടുണ്ടാവും. ഇനി മരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കാണുമ്പോൾ സംസാരിക്കണം. പറഞ്ഞു വരുന്നത്, നമ്മൾ ആരും ആയിക്കോട്ടെ, നമുക്ക് ആക്സസ് ഉണ്ടോ അവരുമായി പരിചയപ്പെടാനും സംസാരിക്കാനും നമ്മളെ മനസ്സുകൾ തമ്മിൽ ഇണങ്ങാനുമുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാണ് സൂചിപ്പിക്കുകയാണ്. എനിക്ക് എൻ്റെ കുട്ടികളോട് സൂചിപ്പിക്കാനുള്ളത്, രാവിലെ മുതൽ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇനി ക്യാമ്പിന് ഡയറക്ഷൻ വരും, പറയുമ്പോൾ അനുസരണം എന്നുള്ളൊരു സംഗതി ഉണ്ട്.
എല്ലാവരും അത് ചെയ്യരുത് കേട്ടുങ്ങാണ്ട് ബോറടിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അത് എന്തായാലും അനുസരിക്കേണ്ടി വരും. ആ അനുസരണം അനുസരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ സംഗതിയാണ്. ഇപ്പൊ ഞാൻ വളരെ നീറ്റായിട്ടാണ് നിങ്ങളുടെ ക്യാമ്പസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് സ്റ്റാഫ് മാത്രമല്ല, ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളും അതിലെ ഭാഗവാക്കായതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളുടെ സ്കൂൾ നിങ്ങൾക്ക് നീറ്റിൽ കൊണ്ടുനടക്കാൻ സാധിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ ഈ ഒരു സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതേ സമയം നിങ്ങൾ എല്ലാം ഞാൻ വന്നപ്പോൾ കണ്ട് വളരെ ഭംഗിയായിട്ട് അച്ചടക്കത്തോടു കൂടി നിൽക്കുന്നത് നിങ്ങൾ ചെയ്ത്. അങ്ങനെ നിങ്ങൾ എവിടെ ജോലി ചെയ്യുകയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കണം. പക്ഷെ അതിവിടെ പറയാൻ കാരണം, അങ്ങനെ ഞങ്ങളിങ്ങനെ താഴത്തുനിന്ന് കയറി വരുമ്പോൾ അവിടെ ഒരു പേപ്പർ വീണ് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ആ പേപ്പർ പിക്ക് ചെയ്യാണ്, എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലിടുകയാണ്. ആ ക്വാളിറ്റി നിങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളൊരു വേസ്റ്റ് നമ്മൾ ക്ലീൻ ആയ സ്ഥലത്ത് കാണുമ്പോൾ അത് അവിടുന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഓരോ മേഖലകളിലും, ബെഞ്ച്മാർക്ക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും, കലോത്സവങ്ങളായിക്കോട്ടെ, സഹോദയ ഫെസ്റ്റുകളായിക്കോട്ടെ, ഏറ്റവും നല്ല രൂപത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ്. അവിടെയൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സത്യസന്ധതയും നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയും കാണിക്കണം. അത് നിങ്ങൾ എത്ര വലിയ ബിസിനസ്സുകാരനായിക്കോട്ടെ, ഏത് വലിയ പോസ്റ്റിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, ആഫ്രിക്കയിലായിക്കോട്ടെ, ഇനി സൗദിയിലായിക്കോട്ടെ, കുവൈത്തിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും സത്യസന്ധമായി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ വളർന്നു വരണം. അതിനുള്ളൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു ക്യാമ്പും. ഈ ക്യാമ്പ് ഈ വർഷം പങ്കെടുത്തു എന്ന് വിചാരിച്ച് അടുത്ത വർഷം പങ്കെടുക്കാതിരിക്കരുത്. അല്ലെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിലാണ്, ഇനി ഞാൻ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കരുത്. കാരണം 10ാം ക്ലാസ്സിന്റെ മാർക്കും ബാക്കിയൊക്കെ തരുന്ന പടച്ച റബ്ബാണ്. ഈ പടച്ചവനെ കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കി പോകുമ്പോഴാണ് എല്ലാ സഹായവും വരിക, എല്ലാ സഹായവും ലഭിക്കുക. നമ്മളോട് റബ്ബ് പറഞ്ഞത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ്. നമുക്ക് വേണ്ട വെറും മിഠായി വാപ്പ വാങ്ങി തന്നാൽ തന്നെ വാപ്പ പറഞ്ഞ ആ ആഴ്ച എല്ലാം നമ്മൾ കേൾക്കും. പക്ഷെ ഇത്രയും സൗകര്യം ചെയ്തു തന്ന പടച്ചോൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ പോയാൽ മാർക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം 5 കുട്ടികളാണ് പിന്നെ ആലപ്പുഴ TDMC മെഡിക്കൽ കോളേജിൽ മരിച്ചത്. അപകടങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്രയോ പ്രതീക്ഷ, പല കുട്ടികളും എൻട്രൻസ് റിപ്പീറ്റ് പോലും ചെയ്യാതെ നീറ്റ് എൻട്രൻസിൽ അത്രയും മാർക്ക് സ്കോർ ചെയ്ത് വന്നതാണ്. എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ കോഴ്സ് ചെയ്യാൻ. അത് പിച്ച വെച്ച് തുടങ്ങുമ്പോൾ 2 മാസമായിട്ടുള്ളൂ. ആ സമയത്താണ് വിധി അങ്ങ് വന്ന് മരണപ്പെട്ടു പോണത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് സമയത്ത് മരിച്ചാലും ഈ ഇരിക്കണ നിങ്ങൾക്കും ഇവിടെ ഇരിക്കണ ഞങ്ങൾക്ക് എല്ലാവർക്കും പടച്ചോൻ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ പടച്ചോൻ കൊണ്ടുപോയിക്കോട്ടെ, ഒരു വിഷയമല്ല. പക്ഷെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ സേഫ് ആവണം. അതാവണം നമ്മളെ ലക്ഷ്യം. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 5 കോടിയോ 10 കോടിയോ ഉണ്ടാവല്ല കാര്യം. ആ കാര്യം അടുത്ത മൊമെന്റിൽ നോമിനിക്ക് പോയി, എന്റെ റൂഹ് പോണോട് നോമിനിക്ക് പോയി. പക്ഷെ എനിക്കുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്ന പ്രവർത്തികളാണ്. അതുകൊണ്ട് എത്ര സമ്പാദിച്ചാലും ബാക്കിയായിരുന്നാലും പടച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുകയും അതിന് നന്ദിയുള്ളവരായും ജീവിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ സഹജീവികളും ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനോട് സൂചിപ്പിക്കാനുള്ളത്, 100% ശരീരവും മനസ്സും ഒരുമിപ്പിച്ച് ഈ ബികോൺ വലിയൊരു വിജയമാക്കി നിങ്ങൾ മാറ്റണം. ഏറ്റവും നല്ല രൂപത്തിൽ ഇത് പ്രോഗ്രാം മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ ഒരു ബികോൺ ഇസ്ലാമിക് റെസിഡൻഷ്യൽ ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മൈക്രോ സെക്കൻഡും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മറ്റുള്ള കാര്യം പോലെയല്ല നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡും പടച്ചറപ്പിന്റെ അടുത്ത് നിങ്ങൾക്ക് പുണ്യം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ആ പുണ്യം കിട്ടാനുള്ള നീയത്തോടു കൂടി വേണം നിങ്ങൾ ഇരിക്കാൻ. ഇത് നിങ്ങൾ ഇരിക്കുന്നത് നാളെ മരിച്ചു ചെല്ലുമ്പോൾ ഇവിടെ ക്യാമ്പിന് ഇരുന്നതിന്റെ ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് കീറിയിട്ട് അതിന്റെ പുണ്യം ലഭിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. ആ ഒരു ഉദ്ദേശവും നീയത്തുനിന്നുണ്ടാവണം. നമുക്കെല്ലാവർക്കും പടച്ച റബ്ബ് സ്വർഗം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ നമ്മുടെ വീടുകളിലുണ്ട്. അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഉപ്പാനെയും ഉമ്മാനൊക്കെ ഇവിടെ ക്ലാസ്സിൽ വരും, ഒരു കാരണവശാലും കണ്ണീരണിയിപ്പിക്കരുത്. ഞാൻ എൻ്റെ ചെറിയ മോണ്ട് 3.5 വയസ്സുള്ളൂ, ഓനോ ഞാൻ തല്ലൂല. പക്ഷെ അവൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ കേട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ഉമ്മാനെ അടിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. ഒരു പപ്പടക്കോല് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തിനാണെങ്കിലും ചെറിയ മോന് കാണിച്ചു കഴിഞ്ഞാൽ, വികൃതി കാണിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്ക് അടി കിട്ടുന്നില്ലാണ്. ഓൻ വികൃതി തുടങ്ങുമ്പോത്തിന് പപ്പടക്കോല് ഉയർത്തിയാൽ ഓൻ ഉമ്മാനെ പോയി കെട്ടിപ്പിടിക്കും. അവൻ അടി കിട്ടിയാൽ പ്രശ്നമല്ല, പക്ഷെ അവൻ്റെ ഉമ്മാനെ അടിക്കണത് അവന് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉപ്പയും ഉമ്മയും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ്
നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നതും ബാക്കിയൊക്കെ അത് മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സ്ഥാപന മേധാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പരസ്പരം സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കുകയുള്ളൂ. നമുക്ക് ഈ ഒരു ഇരുത്തവും ഓരോ കാര്യങ്ങളും നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത പ്രതിഫലം നൽകുന്ന അമലായി മാറുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.